ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. നീ വിടുവിക്കപ്പെടും. യെശയ്യാവ് 37:11. അശ്ശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തതും നീ കേട്ടിട്ടുണ്ടല്ലോ. നീ വിടുവിക്കപ്പെടും. ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തുന്ന അവരുടെ മുൻപിൽ നീ എന്ത് ചെയ്യും? സൻഹരീബിന്റെ ഒരു വലിയ സൈന്യം യഹൂദയെ വളഞ്ഞിരിക്കുകയാണ്. ഹിസ്കിയാവാണ് യഹൂദ രാജാവ്. സൈന്യത്തലവൻ വന്ന് എബ്രായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. തങ്ങളോട് അശ്ശൂർ ഭാഷയിൽ സംസാരിച്ചാൽ മതി, ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഹിസ്കിയാവിന്റെ ആളുകൾ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാനും അവരെ നിങ്ങളുടെ ദൈവം കാത്തുകൊള്ളും എന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ ആണെന്നാണ് അവർ പറയുന്നത്. ജനത്തെ ഭയപ്പെടുത്തുന്നതാണ് തന്ത്രം. തങ്ങൾ നശിപ്പിച്ച ഒരു കൂട്ടം രാജാക്കന്മാരുടെയും രാജ്യങ്ങളുടെയും പേരും അവരുടെ ദേവന്മാരെ അവർ രക്ഷിക്കാത്തതും പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്നും ഒക്കെയാണ് ചോദ്യം. യുദ്ധത്തിനുള്ള കത്ത് ഹിസ്കിയാവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ ചെയ്തൊരു കാര്യമുണ്ട്. ആദ്യം ദേവാലയത്തിൽ ചെന്ന് കത്ത് യഹോവയുടെ സന്നിധിയിൽ നിവർത്തി അവൻ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ആമോസിന്റെ മകൻ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഉത്തരം കൊടുത്തു. സൻഹരീബ് ഈ നഗരത്തിൽ പ്രവേശിക്കുകയില്ല, ഒരമ്പും ഏകയുമില്ല, വടകൊരുകയുമില്ല, വന്ന വഴിക്ക് മടങ്ങിപ്പോകും. എന്റെ നിമിത്തവും ദാവീദ് നിമിത്തവും ഞാൻ രക്ഷിക്കും. യഹോവയുടെ ഒരു ദൂതൻ പുറപ്പെട്ട് 185,000 പേരെ കൊന്നു. സൻഹരീബ് മടങ്ങിപ്പോയി. അവൻ ക്ഷേത്രത്തിൽ നമസ്കരിക്കുമ്പോൾ തൻ്റെ 2 മക്കൾ അവനെ കൊന്നിട്ട് മറ്റു രാജ്യത്തേക്ക് ഓടിപ്പോയി. മൂന്നാമൻ രാജാവായി. ആസാഫ് 73-ാം സങ്കീർത്തനത്തിൽ ഒടുക്കം ദേവാലയത്തിലേക്ക് ചെന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ അല്ല ഹിസ്കിയാവ് ചെയ്തത്. അവൻ ആദ്യം ദൈവസന്നിധിയിലേക്ക് ചെന്നു. അവിടെയാണ് ഉത്തരം ലഭിക്കുന്നത്. ആസാഫിന് ഉത്തരം ലഭിച്ചത് ദൈവസന്നിധിയിലാണ്. പക്ഷെ അവൻ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവസാനം വന്ന് ചെന്നത് എന്ന് മാത്രം. ഇവിടെ ചോദ്യം ഇതാണ്: നീ വിടുവിക്കപ്പെടുമോ? തീർച്ചയായും യഹോവയിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, അവനാണ് നിന്റെ ആശ്രയമെങ്കിൽ തീർച്ചയായിട്ടും നീ വിടുവിക്കപ്പെടും. കാരണം അവന്റെ നാമം രക്ഷിക്കുന്ന നാമമാണ്. ദൈവം നമ്മെ അധികമായി സഹായിക്കട്ടെ.